ഈ ഇന്ത്യൻ ടീമിൽ പ്രാക്ടീസ് ഇല്ലാത്ത സമയത്തൊക്കെ എന്തായിരുന്നു രണ്ടുപേരുടെ പരിപാടികൾ, ഹോബീസ് അവിടെ? സജിന കുറേ റീൽസ് എടുക്കും, നമ്മൾ കുറേ ഗെയിം കളിക്കും. ഇപ്പോൾ ഹേമയുണ്ടല്ലോ, ഹേമ തമിഴ്നാടാണ്. ഇപ്പോൾ ഹേമയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മലയാളീസാണ് ചെന്നൈയിൽ. ഇപ്പോൾ ഹേമ നല്ല പൊട്ട മലയാളം പറയുന്നത്, അവളെ തിരുത്താനാണ് ഞങ്ങളെ മുഴുവൻ സമയം പോണത്. പക്ഷെ ആൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഒരു വിധമൊക്കെ മലയാളം പറയും. നമുക്ക് പിന്നെ മലയാളികൾക്ക് തമിഴ് ഈസി ആയിട്ട് നമുക്ക് വരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ മലയാളമൊക്കെ വന്ന് ചോദിക്കും. എല്ലാവർക്കും നല്ല ആകാംക്ഷയാണ് മലയാളം പഠിക്കാൻ. കേൾക്കുമ്പോൾ നല്ല ടഫല്ലേ, അപ്പോൾ അവർക്ക് അതൊക്കെ പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അവർക്കൊക്കെ ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കും. പഠിപ്പിച്ചാരെങ്കിലും മലയാളം പഠിപ്പിച്ചോ? പിന്നെ കുറേ പേരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. സജനേനെയൊക്കെ ഇപ്പോൾ ഹർമൻ സൂപ്പറായിട്ടാണ് വിളിക്കുന്നത് മലയാളത്തിൽ. പിന്നെ ഞങ്ങൾ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ, ഫ്രീ ടൈം ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന സെഷനൊക്കെ ഭയങ്കര എഫക്റ്റീവ് സെഷൻ തന്നെയായിരിക്കും. അവിടെ ഈസി ഗോയിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ചൂടായിരുന്നു, 40+ 45 ഒക്കെ ഉണ്ടായിരുന്നു സമയത്ത്. ആ ഒരു സമയത്താണെങ്കിൽ ചെയ്യുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറാണെങ്കിൽ അതിൻ്റേതായ ആ ടഫായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു ക്വാളിറ്റി എത്രത്തോളം മനസ്സിലായി. അപ്പം ചില സമയത്ത് പ്രാക്ടീസ് സെഷനൊക്കെ ചെയ്യുമ്പോൾ ഞാനൊന്നും ചെയ്യുന്ന ഒന്നും അല്ലെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇനി എന്തൊക്കെ ചെയ്യാമെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ഒരു ഈ ടൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പ്രാക്ടീസ് കഴിഞ്ഞ് ഒരു ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ. ഹാഫ് ഡേ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്ഷീണം കാരണം നമ്മൾ എന്താ ടയർഡായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് കാർഡ്സ് കളിക്കുക, ബാക്കി ടീമുകളുടെ അടുത്ത് സംസാരിക്കുക, റീൽസ് കളിക്കുക, അങ്ങനെയൊക്കെ ഞങ്ങൾ. ക്യാപ്റ്റനൊക്കെ മലയാളം പഠിപ്പിച്ചോ അവിടെ പോയിട്ട്? ക്യാപ്റ്റൻ കുറച്ച് പഠിച്ചു വരുന്നു, മിക്കവാറും ആശിച്ച് മൊത്തം പഠിപ്പിക്കും. അടുത്ത ഒരു ടൂർണമെന്റ് ആകുമ്പോഴത്തേക്കും മൊത്തം മലയാളികളാക്കുമല്ലേ അവിടെ? മലയാളം പഠിക്കാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്. കാരണം വൺ ഓഫ് ദ ടഫസ്റ്റ് ലാംഗ്വേജസ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കേണ്ട വലിയ ആകാംക്ഷയുണ്ട്. അത് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ വാക്കൊക്കെ ഇങ്ങനെ പഠിച്ചു, സുഖമാണോ, പേരെന്താ, അങ്ങനെയൊക്കെ പഠിപ്പിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.